നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നിർണായകമായ നടപടികൾ സ്വീകരിക്കപ്പെടുന്നുണ്ട്. വളരെ ഇന്ന് രാവിലെ മുതൽ നമ്മൾ അറിയുന്ന വിവരമാണ് അദ്ദേഹത്തിനെതിരെയുള്ള ചില നീക്കങ്ങൾ. ഇപ്പോൾ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നോട്ടീസിന് മറുപടി നൽകാനുള്ള പേപ്പർ വരെ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണ് താനെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വൈകാരികമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ആരോഗ്യവകുപ്പിന്റെ വിശദീകരണ നോട്ടീസിൽ അദ്ദേഹം മറുപടി നൽകാനിരിക്കുകയായിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം മാധ്യമങ്ങളോട് നടത്തിയിരിക്കുന്നത്. വിദഗ്ധ സമിതി റിപ്പോർട്ടിനെ പറ്റി അറിയില്ലെന്ന് പറഞ്ഞ ഡോക്ടർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാധീനനായി ഇറങ്ങിപ്പോയി. ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണമില്ലാത്ത വിവരം പലതവണ അറിയിച്ചു, പക്ഷെ നടപടി ഉണ്ടായില്ല. ആരോഗ്യ മേഖലയെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാൻ പാടില്ല എന്നും ഹാരിസ് ചിറക്കൽ പ്രതികരിക്കുകയുണ്ടായി. പരസ്യ പ്രതികരണങ്ങൾ ആരോഗ്യവകുപ്പിനെ അലോസരപ്പെടുത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹാരിസ് ചിറക്കലിന് ആരോഗ്യവകുപ്പ് നോട്ടീസ് അയച്ചത്. ഇവ ആരോഗ്യവകുപ്പിനെ താറടിച്ച് കാണിക്കാനുള്ള നീക്കമായി പലരും ഉപയോഗിക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് മുതലുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചട്ടമുദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. സാങ്കേതിക കാര്യങ്ങളിൽ പ്രശ്നം ഉന്നയിച്ചതിൽ കാര്യമുണ്ടെന്ന് ശരിവയ്ക്കുന്നതോടൊപ്പം പരസ്യ പ്രതികരണം നടത്തിയതിൽ വിശദീകരണം വേണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. ഉപകരണമില്ലെന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ മാറ്റി, പക്ഷേ പിറ്റേ ദിവസം ശസ്ത്രക്രിയ നടത്തി എന്ന കണ്ടെത്തൽ റിപ്പോർട്ടിലുണ്ട്. ഇതെങ്ങനെ സാധിച്ചു എന്ന ചോദ്യവും നോട്ടീസിൽ ഉന്നയിക്കുന്നുണ്ട്. നോട്ടീസിൽ തെളിവ് സഹിതം മറുപടി നൽകുമെന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നത്. കത്ത് മുഖേന അറിയിക്കാനുള്ള വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കില്ല. പറയാൻ എനിക്ക് നാണക്കേടുണ്ട്. കത്തടിക്കാനുള്ള പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങണം. അവിടെ പ്രിന്റ് എടുക്കാനുള്ള പേപ്പർ പോലും ഇല്ല. ഞാൻ 500 പേപ്പർ വീതം വാങ്ങി റൂമിൽ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ട് വാങ്ങിയാണ് അടിച്ചു കൊടുക്കുന്നത്. അത്രയും വലിയ ഗതികേടാണ്. പിന്നെ എങ്ങനെയാണ് പേപ്പറിൽ എപ്പോഴും അടിച്ചു കൊടുക്കാൻ പറ്റുന്നത്? സ്വന്തമായി ഓഫീസോ സ്റ്റാഫോ പ്രിന്റിംഗ് മെഷീനോ ഇല്ല. പലരുടെയും കൈയും കാലും പിടിച്ചിട്ടാണ് ഇത് എഴുതിയൊക്കെ കൊടുക്കുന്നത്. അതിനൊന്നും എനിക്ക് സമയമില്ല. ആവശ്യകത മനസ്സിലാക്കി മീറ്റിംഗിൽ എഴുതി കൊടുക്കും അത് മനസ്സിലാക്കണം. രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഉപകരണമാണ് ഇതെന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയല്ല ഇതിനുള്ള കാരണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് എടുത്തു പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ തുറന്നു പറഞ്ഞ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇപ്പോൾ വളരെ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ്. അദ്ദേഹത്തിന് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഹാരിസിന് നോട്ടീസ് നൽകിയത്. ഹാരിസ് ചിറക്കൽ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്നാണ് സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി റിപ്പോർട്ട്. ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഫേസ്ബുക്ക് പോസ്റ്റ്, പരസ്യ പ്രസ്താവന ഇതെല്ലാം ചട്ടലംഘനമായിട്ടാണ് വിമർശനം. ഡോക്ടർ ഉന്നയിച്ച എല്ലാ പരാതികളും വസ്തുതയില്ല എന്ന് സമിതി കണ്ടെത്തി. ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഉപകരണങ്ങളില്ലാത്തതിന്റെ പേരിൽ താൻ ശസ്ത്രക്രിയ മുടക്കുന്ന നോട്ടീസിലെ ആരോപണം കള്ളമാണെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഉപകരണമില്ലെന്ന് പുറത്തു പറഞ്ഞതിന് ശേഷം അടിയന്തരമായി അവ എത്തിച്ച് ശസ്ത്രക്രിയ നടത്തിയ കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ്. ഉപകരണമില്ലെന്ന് എത്രയോ പ്രാവശ്യം അധികൃതരെ അറിയിച്ചു. ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലെങ്കിൽ അക്കാര്യം ബോധ്യപ്പെടുത്തേണ്ടത് വകുപ്പ് മേധാവി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണ്. പറഞ്ഞതിലുള്ള പ്രതികാര നടപടിയായ നോട്ടീസിനെ കാണുന്നുള്ളൂവെന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. മാത്രമല്ല, റിപ്പോർട്ട് പുറത്തുവിടണമെന്നും സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചാലും നേരിടുമെന്നും, എന്നാൽ ഉപകരണം വാങ്ങാതെ താമസിപ്പിച്ചവരെയാണ് ശിക്ഷിക്കേണ്ടതെന്നും ഹാരിസ് പറഞ്ഞു. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഞ്ജു പാർവതി പ്രഭീഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്കൊന്ന് നോക്കാം. ഡോക്ടർ ഹാരിസ് വൈകാരികമായി വിങ്ങിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ദൃശ്യം കാണുകയായിരുന്നു. കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. നമ്പർ 1 ആരോഗ്യ കേരളം എന്ന PR എയർ ബലൂൺ പൊട്ടിച്ച ഡോക്ടർ ഹാരിസിനെ എന്നേ സംസ്ഥാന ദ്രോഹിയായി പ്രഖ്യാപിച്ച് കാണണം. മുഖ്യ കപ്പിത്താനും ലേഡി 3rd ഓഫീസറും. പിന്നെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം നടത്തിയ ഷോ ആയിരുന്നല്ലോ ഡോക്ടർ ഹാരിസിന് നൽകിയ തലോടൽ. ഉള്ളിൽ പല്ലുറുമിയിട്ട് നിന്നെ കാണിച്ചു തരാമടാ കുലംകുത്തി എന്ന് ശപിച്ചുകൊണ്ടുള്ള തലോടലായിരുന്നു ആടി ഉലയുന്ന കപ്പലിലെ ലേഡി 3rd ഓഫീസർ വീണ മാഡം നടത്തിയത്. അത് അന്നേ ഡോക്ടർ ഹാരിസിന് അറിയാം. കാരണം അദ്ദേഹം ഒരു ഇടത് അനുഭാവി തന്നെയാണല്ലോ. ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള വ്യക്തിയിൽ സത്യസന്ധതയും ധാർമ്മിക ബോധവും ചെയ്യുന്ന ജോലിയോട് കൂറും സമൂഹത്തോട് ആത്മാർത്ഥതയും ഉണ്ടായിപ്പോയാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്ന് ഡോക്ടർ ഹാരിസിൽ കണ്ട കണ്ണുനീർ. ഇവിടുത്തെ പിഴച്ചുപോയ വ്യവസ്ഥിതിയിൽ ആത്മാഭിമാനം, സ്വത്വബോധം, മനസാക്ഷി, കറപുരളാത്ത സർവീസ് റെക്കോർഡ്സ് എന്നിവ അധികപ്പറ്റാണ്, അല്ല കൊടിയ പാപമാണ്. അതുള്ളത് കൊണ്ടാണ് ഡോക്ടർ ഹാരിസിന് അവർ
പ്രൊഫഷണൽ സൂയിസൈഡ് വിധിച്ചത്. പണ്ട് പാടിപ്പതിഞ്ഞു പോയ ആ മാവേലി നാടിന്റെ നേരെ ഉൾട്ടയാണ് ഇന്നത്തെ കേരള നാട്. പ്രത്യേകിച്ച് അധികാര കേന്ദ്രങ്ങളിൽ എങ്ങും കള്ളവും ചതിയും കള്ളത്തരങ്ങളും പൊളി വചനങ്ങളും മാത്രം. എവിടെയും കള്ളക്കോൽ വയ്പും അഴിമതിയുടെ കള്ളപ്പറകളും മാത്രം. ഈ പുരോഗമന നവോത്ഥാന കേരളത്തിൽ കൈക്കൂലി വാങ്ങാത്ത, ആരുടെയും ഔദാര്യത്തിന് വേണ്ടി സ്വന്തം നട്ടൽ വളയ്ക്കാത്ത ഒരു സർക്കാർ ജീവനക്കാരന്റെ ജീവിതവും സർവീസ് സ്റ്റോറിയും കല്ലും മുള്ളും മാത്രം നിറഞ്ഞ പാതയിലൂടെയുള്ള കുത്തനെ താഴോട്ടുള്ള ഇറക്കമാണ്. അതിപ്പോൾ ADM ആയാലും യൂറോളജി വകുപ്പ് തലവനായ ഡോക്ടർ ആയാലും ഔദ്യോഗിക ജീവിതത്തിൽ ഒരു ഉറുപ്പിക പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ല എങ്കിൽ അയാൾ വർഗ വഞ്ചകനും കുലംകുത്തിയുമാണ്. താൻ വാങ്ങുന്ന ശമ്പളത്തിനനുസരിച്ചുള്ള സേവനം പാവം രോഗികൾക്ക് കിട്ടണമെന്ന് സേവന താല്പരനായ ഒരു ഡോക്ടർ ആഗ്രഹിച്ചു പോയാൽ അതിനേക്കാൾ വലിയൊരു പാപം ഇന്ന് കേരള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലില്ല. ഭീമാകരമായ ഒരു മഞ്ഞുമലയുടെ അങ്ങേയറ്റത്തെ മൂലയിലുള്ള ഏറ്റവും ചെറിയൊരു മഞ്ഞിന്റെ തുണ്ടാണ് ഡോക്ടർ ഹാരിസിൽ നിന്നുള്ള വെളിപ്പെടുത്തൽ. ഈ നെറികെട്ട സിസ്റ്റത്തിൽ നന്മയുള്ള നല്ലൊരു ഹൃദയം ഉണ്ടായിപ്പോയതാണ്, അഴിമതിയില്ലാത്ത സർവീസ് സ്റ്റോറി ഉണ്ടായിപ്പോയതാണ്, ചെയ്യുന്ന ജോലിയോട് കൂറും ആത്മാർത്ഥതയും ഉണ്ടായിപ്പോയതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പാതകം. അതിന് നമ്പർ 1 ആരോഗ്യ കേരളം കൊടുത്ത ശിക്ഷയാണ് നമ്മൾ ഇന്ന് കണ്ട കണ്ണുനീർ. അദ്ദേഹം ഉന്നയിച്ചത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നും അതിൽ തിരുത്തലുകൾ നടത്തുമെന്നും പരസ്യമായി പ്രഖ്യാപിച്ച ആൾ നൽകിയ 916 തിരുത്തലാണ് ഡോക്ടർ ഹാരിസിന് കിട്ടിയ നോട്ടീസ്. വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡയിലും കൂലിയെഴുത്ത് മാധ്യമപ്പടയുടെ പരിലാളനയുമായി തഴച്ചു വീർത്ത വലിയൊരു എയർ ബലൂൺ മാത്രമാണ് നമ്പർ 1 ആരോഗ്യ കേരളം. കിറ്റുകൾക്ക് മേൽ വീണുപോയ ഒരു ജനതയ്ക്ക് രോഗം വരുമ്പോൾ ചോദ്യം ചോദിക്കാൻ അവകാശമില്ല. പകരം ആ PR ബലൂൺ നോക്കി കാലിനെയും കാത്തു കിടക്കാം. ഡോക്ടർ ഹാരിസിന് ഒരു കാര്യത്തിൽ ചെറുതായിട്ട് ആശ്വസിക്കാം. അത് മറ്റൊന്നുമല്ല, ഇവറ്റോളുടെ യൂഷ്വൽ മോഡറ്റ് ഓപ്പറാൻഡിയായ അവിഹിതം കം ഗർഭം എന്ന നാറിയശാസ്ത്രം തനിക്ക് നേരെ വന്നില്ലല്ലോ എന്നതിൽ എന്ന് പറഞ്ഞാണ് അഞ്ജു പാർവതി പ്രഭീഷ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടർ ഹാരിസിനെതിരെയുള്ള നോട്ടീസ്, ആ ഒരു നടപടി, അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.